ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു നെയ്ച്ചോറും അതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ കറിയും ബീഫ് ചില്ലിയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഇതിനായിട്ട് ഞാൻ ആദ്യം നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് സവാളയാണ്. അത് നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് കൂട്ടിക്കുറക്കുകയൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റായി വരുന്നതേ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ ബസ്മതിൻ്റെ വലിയ അരിയാണ്, വൈറ്റ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ആ സമയത്തിന് ഞാൻ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി കിട്ടും ചെയ്യും. തീ കുറഞ്ഞ് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അരി ആകെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയാണ് അരി എടുത്ത പാത്രത്തിൻ്റെ അളവ് 2 മടങ്ങ് വെള്ളം എടുത്തുകൊണ്ട് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിതിലോട്ട് നെയ്യ് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യും കൂടെ യൂസ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ കറി വെക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണേ, അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടും ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിൽ അല്ലാത്തതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തത്. കുക്കറിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറൊക്കെ വെന്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവാണ്ട് കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. സവാള വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് സവാള ഒക്കെ ഒന്ന് വറുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കറി സെറ്റാക്കാം. അപ്പോഴേക്കും സവാളൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണക്കം മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 3 സവാള വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തക്കാളിയുടെ അളവൊക്കെ മാറ്റി കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കന് നേരത്തെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി
കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ചപ്പ് കറിവേപ്പിലൊക്കെ ഈ സമയത്ത് തന്നെ വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. തക്കാളിയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ടിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ചിക്കനിൽ ഇട്ട് കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കാതിരുന്നത്. പിന്നെ ഞാൻ ഈ സമയത്ത് നോറൻ്റെ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒട്ടും നിർബന്ധമില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നമ്മൾ 1 കിലോ ചിക്കനിലോട്ട് 1 ക്യൂബ് വീതമാണ്, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് ഇളക്കിക്കൊണ്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൂടുതൽ അളവിൽ കറി വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പിൽ മതിയെങ്കിൽ നിങ്ങളങ്ങനെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയാലും മതി. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായതുകൊണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചുകൊണ്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ചോറിലോട്ട് കുറച്ച്, ഞാനിവിടെ സവാള വറുത്തിടുന്നില്ല, പകരം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വറുത്തുകൊണ്ട് ചോറ് വെച്ചതുകൊണ്ട് തന്നെ നല്ല വേറിട്ട് തന്നെയാണ് നമ്മളെ ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബീഫ് ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളൂ. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്തുകൊണ്ടാണ് ഇത് ആദ്യം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോടുള്ള പീസാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഇറച്ചിയുള്ള പീസ് തന്നെ എടുക്കണം. എന്നിട്ട് എന്നാലേ നമുക്ക് നീളങ്ങത്തിലൊക്കെ കട്ട് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. നമ്മൾ ചില്ലി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇവിടെ ഞാൻ എല്ലുള്ളതുകൊണ്ട് തന്നെ പല സൈസിലാണ് പീസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ചെറുതായി കട്ട് ചെയ്തുകൊണ്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വലിയ ജീരകം, ഞാനിവിടെ വലിയ ജീരകം ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ, നിങ്ങളുടെ കയ്യിൽ പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിക്കാണ്ട് ഒരു ക്രഷ് ടൈപ്പിൽ ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് വിനീഗറും ചില്ലി ഫ്ലേക്സും ആണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂൺ കോൺഫ്ലോർ. ഇനി നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക. ഞാനിവിടെ കുറഞ്ഞ അളവിൽ ചെയ്തുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾ അത് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ പൊടികളൊക്കെ ഒന്ന് കൂട്ടി എടുത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് നല്ല കളറ്. നിങ്ങൾ കളറില്ല എങ്കിൽ നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ പച്ചമുളകും കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഈ സമയത്ത് തീയിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഓയിലിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്ക് പീസുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായി കിട്ടും. അപ്പോൾ നമ്മളുടെ ബീഫ് ചില്ലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ 3 റെസിപ്പീസും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.